ദൈവവചനം നിത്യവചനം. വചനം തിരുവചനം ദൈവവചനം നിത്യവചനം. സ്വപ്ന ചേച്ചി ക്ഷണിച്ചോളൂ. മത്തായി 1:18 മുതൽ 25 വരെയുള്ള വാക്യങ്ങൾ. യേശുക്രിസ്തുവിൻ്റെ ജനനം ഇപ്രകാരമായിരുന്നു. അവൻ്റെ മാതാവായ മറിയവും ജോസഫും തമ്മിലുള്ള വിവാഹ നിശ്ചയം കഴിഞ്ഞിരിക്കെ അവർ സഹവസിക്കുന്നതിന് മുമ്പ് അവൾ പരിശുദ്ധാത്മാവിനാൽ ഗർഭിണിയായി കാണപ്പെട്ടു. അവളുടെ ഭർത്താവായ ജോസഫ് നീതിമാനാകിയാലും അവളെ അപമാനിതയാക്കാൻ ഇഷ്ടപ്പെടായികയായാലും അവളെ രഹസ്യമായി ഉപേക്ഷിക്കുവാൻ തീരുമാനിച്ചു. അവൻ ഇതേക്കുറിച്ച് ആലോചിച്ചു കൊണ്ടിരിക്കെ കർത്താവിൻ്റെ ദൂതൻ സ്വപ്നത്തിൽ പ്രത്യക്ഷപ്പെട്ട് അവനോട് പറഞ്ഞു, ദാവീദിൻ്റെ പുത്രനായ ജോസഫ്, മറിയത്തെ ഭാര്യയായി സ്വീകരിക്കുവാൻ ശങ്കിക്കേണ്ട. അവൾ ഗർഭം ധരിച്ചിരിക്കുന്നത് പരിശുദ്ധാത്മാവിനാൽ ആണ്. അവൾ ഒരു പുത്രനെ പ്രസവിക്കും. നീ അവന് യേശു എന്ന് പേരിടണം. എന്തെന്നാൽ അവൻ തൻ്റെ ജനത്തെ അവരുടെ പാപങ്ങളിൽ നിന്നും മോചിപ്പിക്കും. കന്യക ഗർഭം ധരിച്ചൊരു പുത്രനെ പ്രസവിക്കും. ദൈവം നമ്മോടുകൂടെ എന്നർത്ഥമുള്ള എമ്മാനുവേൽ എന്ന് അവൻ വിളിക്കപ്പെടും എന്ന് കർത്താവ് പ്രവാചകൻ മുഖേന അരുൾ ചെയ്തത് പൂർത്തിയാകുവാൻ വേണ്ടിയാണ് ഇതെല്ലാം സംഭവിച്ചത്. ജോസഫ് നിദ്രയിൽ നിന്നും ഉണർന്ന് കർത്താവിൻ്റെ ദൂതൻ കൽപ്പിച്ചതുപോലെ പ്രവർത്തിച്ചു. അവൻ തൻ്റെ ഭാര്യയെ സ്വീകരിച്ചു. പുത്രനെ പ്രസവിക്കുന്നതുവരെ അവളെ അവൻ അറിഞ്ഞില്ല. അവൻ ശിശുവിന് യേശു എന്ന് പേരിട്ടു. കർത്താവിൻ്റെ വചനം. അടുത്തത് ബൈബിൾ വന്ദനമാണ്. ബൈബിൾ വന്ദനം നടത്തുന്നതായിട്ട് അച്ഛനെ ക്ഷണിച്ചോളൂ. ഈശോനാഥനായി വാഴും കുടുംബം, ഈശോയിലെന്നും ജീവിതം കാണും വ്യക്തികൾ പണിയും കുടുംബം, സ്നേഹം ഭരിക്കും കുടുംബം, സ്നേഹദീപം ജ്വലിക്കും കുടുംബം, സ്നേഹം തുടിക്കുന്ന ജീവിതം പങ്കിടും സ്നേഹം. അടുത്തത് ഭൂമിക്ക് വേണ്ടിയുള്ള പ്രാർത്ഥനയാണ്. എല്ലാവരും ഏറ്റുചൊല്ലുക. സർവശക്തനായ ദൈവമേ, പ്രപഞ്ചത്തിലും അങ്ങയുടെ ഏറ്റവും ചെറിയ സൃഷ്ടികളിലും അങ്ങ് സന്നിഹിതനാണ്. നിലനിൽക്കുന്നതെല്ലാം അങ്ങയുടെ ആർദ്രതയാൽ ആശ്ലേഷിക്കുന്നു. ജീവനും സൗന്ദര്യവും സംരക്ഷിക്കാൻ ഞങ്ങൾക്ക് കഴിയേണ്ടതിന് അങ്ങയുടെ സ്നേഹത്തിൻ്റെ ശക്തി ഞങ്ങളുടെ മേൽ ചൊരിയണമേ. ആരെയും ഉപദ്രവിക്കാതെ സഹോദരീ സഹോദരന്മാരായി ജീവിക്കാൻ അങ്ങയുടെ സമാധാനത്താൽ ഞങ്ങളെ നിറയ്ക്കണമേ. ദരിദ്രരുടെ ദൈവമേ, അങ്ങയുടെ ദൃഷ്ടിയിൽ വളരെ വിലപ്പെട്ടതും ഉപേക്ഷിക്കപ്പെട്ടതുമായ ഈ ഭൂമിയിലെ ഉപേക്ഷിക്കപ്പെട്ടവരെയും മറന്നുപോയവരെയും രക്ഷിക്കാൻ ഞങ്ങളെ സഹായിക്കണമേ. ലോകത്തെ ഇരയാക്കാതെ
സംരക്ഷിക്കാൻ ഞങ്ങളുടെ ജീവിതത്തിലേക്ക് രോഗശാന്തി കൊണ്ടുവരണമേ. മലിനീകരണവും നാശവുമല്ല, സൗന്ദര്യം വിതയ്ക്കാൻ ഞങ്ങൾക്ക് കഴിയും. ദരിദ്രരുടെയും ഭൂമിയുടെയും ചെലവിൽ ലാഭം മാത്രം നോക്കുന്നവരുടെ ഹൃദയങ്ങളെ സ്പർശിക്കണമേ. ഓരോ വസ്തുവിൻ്റെയും മൂല്യം കണ്ടെത്താൻ വിസ്മയവും ധ്യാനവും കൊണ്ട് നിറയാൻ അങ്ങയുടെ അനന്തമായ വെളിച്ചത്തിലേക്ക് ഞങ്ങൾ യാത്ര ചെയ്യുമ്പോൾ ഓരോ സൃഷ്ടിയുമായും ഞങ്ങൾ ആഴത്തിൽ ഐക്യപ്പെട്ടിരിക്കുന്നുവെന്ന് തിരിച്ചറിയാൻ ഞങ്ങളെ പഠിപ്പിക്കുക. എല്ലാ ദിവസവും ഞങ്ങളോടൊപ്പം ഉണ്ടായിരുന്നതിന് ഞങ്ങൾ അങ്ങയോട് നന്ദി പറയുന്നു. നീതിക്കും സ്നേഹത്തിനും സമാധാനത്തിനും വേണ്ടിയുള്ള ഞങ്ങളുടെ പോരാട്ടത്തിൽ ഞങ്ങളെ പ്രോത്സാഹിപ്പിക്കണമേ. ഞങ്ങൾ പ്രാർത്ഥിക്കുന്നു. നമ്മുടെ പരിപാടിയുടെ ആങ്കറായിട്ട് നമ്മുടെ ദിയയാണ് വന്നിരിക്കുന്നത്. ദിയെ ക്ഷണിച്ചോളൂ. BCC സെൻട്രൽ കമ്മിറ്റി പ്രസിഡന്റ് ശ്രീ സജി കുന്നേൽ, സെക്രട്ടറി ശ്രീമതി സൂസൻ തോമസ്, എക്സിക്യൂട്ടീവ് അംഗങ്ങളായ ശ്രീ സെബാസ്റ്റ്യൻ, ശ്രീ ഷൈജു, ശ്രീ ജ്യോതിസ്, പ്രിയ സ്നേഹസമൂഹങ്ങളെ, ഈ വർഷത്തെ ലൂർദ് മാതാ കൂട്ടായ്മയുടെ ക്രിസ്മസ് ആഘോഷങ്ങൾ ഇവിടെ ആരംഭിക്കുന്നു. എല്ലാ വർഷവും ഡിസംബർ മാസത്തിൽ തിരഞ്ഞെടുക്കപ്പെട്ട വീട്ടിൽ ഈ കൂട്ടായ്മയിലെ എല്ലാ കുടുംബങ്ങളും ഒത്തുചേരുന്നു. ഇന്ന് ഈ പരിപാടിയുടെ അധ്യക്ഷനും ലൂർദ് മാതാ സ്നേഹസമൂഹ പ്രസിഡന്റുമായ ശ്രീ അനീഷ് കുര്യാക്കോസിനെ സ്നേഹാദരോടെ സ്വാഗതം ചെയ്യുന്നു. ബഹുമാനപ്പെട്ട വികാരി തോമസ് അച്ഛൻ്റെ നമ്മോടൊപ്പമുള്ള ആദ്യത്തെ ക്രിസ്മസ് ആണ്. അച്ഛൻ്റെ സ്നേഹാദരവോടും സ്വാഗതം ചെയ്യുന്നു. നമ്മുടെ ഇടവകയിലെ BCC സെൻട്രൽ കമ്മിറ്റിയുടെ പ്രവർത്തനങ്ങൾക്ക് വളരെ കാര്യക്ഷമതയോടെ നേതൃത്വം നൽകുന്ന ശ്രീ സജി കുന്നേലിനെ ലൂർദ് മാതാ സ്നേഹസമൂഹത്തിന്റെ പേരിൽ സ്നേഹാദരോടെ സ്വാഗതം ചെയ്യുന്നു. നമ്മുടെ BCC സെക്രട്ടറിയും വാർഡ് കൺവീനറുമായ ശ്രീമതി സൂസൻ തോമസിനെ സ്നേഹാദരോടെ സ്വാഗതം ചെയ്യുന്നു. നമ്മുടെ BCC എക്സിക്യൂട്ടീവ് അംഗമായ ശ്രീ സെബാസ്റ്റ്യൻ ആലപ്പാട്ടിനെ നിറഞ്ഞ സ്നേഹത്തോടെ സ്വാഗതം ചെയ്യുന്നു. BCC എക്സിക്യൂട്ടീവ് അംഗമായ ശ്രീ ഷൈജു പഴമ്പള്ളി നമ്മുടെ സ്നേഹസമൂഹത്തിലെ ഒരു അംഗം തന്നെയാണ്. അദ്ദേഹത്തെയും സ്നേഹത്തോടെ സ്വാഗതം ചെയ്യുന്നു. BCC എക്സിക്യൂട്ടീവ് അംഗമായ ശ്രീ ജ്യോതിസ് മരക്കാശ്ശേരിയും നിറഞ്ഞ സ്നേഹത്തോടെ സ്വാഗതം ചെയ്യുന്നു. ബഹുമാനപ്പെട്ട വികാരിയച്ഛൻ, നമ്മുടെ ജനറൽ കൺവീനർ എത്തിയിട്ടില്ല, നമ്മുടെ ചർച്ചയായിട്ട് സെക്രട്ടറി സൂസൻ ടീച്ചർ, എക്സിക്യൂട്ടീവ് അംഗങ്ങളായ സെബാസ്റ്റ്യൻ ഷൈജു സാർ, ജോസ്, പ്രിയ സഹോദരങ്ങൾ, ഇത് ഇവിടെ ഒരു അധ്യക്ഷ പ്രസംഗത്തിൻ്റെ പ്രസക്തിയൊന്നുമില്ല. നമ്മളെല്ലാവരും ഒന്ന് ക്രിസ്മസിൻ്റെ സന്തോഷം പങ്കുവയ്ക്കാനായിട്ട് ഒന്ന് കൂടിയിരിക്കുന്നു. നമ്മുടെ ബൈബിൾ വായനാ മാസമാണിത്. നമ്മുടെ വചനത്തിന് നമ്മുടെ ജീവിതത്തിൽ എന്തുമാത്രം പ്രാധാന്യം കൊടുക്കണം എന്ന് നമ്മളെ എല്ലാവരെയും ബോധ്യപ്പെടുത്തുന്നതിൻ്റെ ഭാഗമായിട്ട് ആരും അവരുടെ അസൗകര്യങ്ങളൊക്കെ മാറ്റിവെച്ചുകൊണ്ട് നമ്മുടെ സാധാരണ സമൂഹ മീറ്റിങ്ങുകളിലേക്കാളും കൂടുതൽ അംഗങ്ങൾ ഇന്ന് ഇവിടെ ഹാജരായിട്ടുണ്ട്. അതിൽ എനിക്ക് വളരെ സന്തോഷമുണ്ട്. അതുപോലെ തന്നെ നമ്മുടെ സമൂഹത്തിൻ്റെ കൂട്ടായ്മയുടെ പ്രവർത്തനങ്ങളെല്ലാം വളരെ മനോഹരമായിട്ട് ഒത്തൊരുമിച്ച് ഉദ്ഘാടനത്തിനായിട്ട് നമ്മുടെ ബഹുമാനപ്പെട്ട വികാരി അച്ഛൻ തോമസ് അച്ഛനെ ക്ഷണിച്ചുകൊള്ളും. സ്നേഹമുള്ള ലൂർദ് മാതാ സ്നേഹ സമൂഹത്തിൻ്റെ പ്രസിഡൻറ്റും ഇന്നത്തെ ഈ ക്രിസ്മസ് ആഘോഷങ്ങളുടെ അധ്യക്ഷനുമായ നമ്മുടെ കുര്യാക്കോസ്, അതോടൊപ്പം തന്നെ ഈ സ്നേഹ സമൂഹത്തിൻ്റെ ഭാരവാഹികൾ, സിന്ത കമ്മിറ്റി അംഗം സൂസൻ ടീച്ചർ, ജ്യോതിസ്, ഷൈജു, സ്നേഹമുള്ള സ്നേഹസമൂഹാംഗങ്ങളെ, ഒരുപാട് സന്തോഷമുണ്ട് ഇത്രയും പോലെ ഈ സ്നേഹസമൂഹത്തിൽ
ഒരുമിച്ച് കണ്ടതിൽ ഞാൻ വന്നിട്ടിപ്പോൾ ഏകദേശം ഒരു 7-8 മാസമായിട്ടുണ്ട്. ഇപ്പോൾ സമൂഹത്തിൻ്റെ എല്ലാവരെയും ഒക്കെ ഒരുമിച്ച് കാണാൻ ഓരോരുത്തർക്കും ഒരു തിരക്കുകളായിരിക്കാം. എല്ലാവരും ഒരുമിച്ച് കാണാനായിട്ട് സാധിച്ചില്ല. പക്ഷേ ക്രിസ്മസ് ആഘോഷം അത് ഒത്തുചേരലിൻ്റെയും സ്നേഹത്തിൻ്റെയും ഒക്കെ ആഘോഷമാണ്. അപ്പോൾ എല്ലാവരെയും ആദ്യം കണ്ടതിൽ സന്തോഷം. പിന്നെ വളരെ മനോഹരമായിട്ട് ബൈബിൾ പ്രതിഷ്ഠയൊക്കെ നടത്തിയതിനും ഒത്തിരി സന്തോഷം. കർത്താവിൻ്റെ ജനനത്തിരുന്നാൾ നമ്മൾ ആഘോഷിക്കുകയാണ്. അത് ആഘോഷിക്കുന്നത് വളരെ പ്രത്യേകതയോടെയാണ് ഈ വർഷം നമ്മൾ ആഘോഷിക്കുക. 2025 എത്തി നിൽക്കുമ്പോഴാണ് നമ്മൾ ക്രിസ്തുമസ് ആഘോഷിക്കുന്നത്. 2025 പ്രത്യേകതയുള്ള വർഷമാണെന്ന് ഒരുപക്ഷെ നമുക്ക് എല്ലാവർക്കും അറിയാം. അത് ജൂബിലി വർഷമാണ്. ജൂബിലി കർത്താവ് ജനിച്ചതിൻ്റെ ജൂബിലി 2025 വർഷം ജൂബിലിയായിട്ട് ആഘോഷിക്കുകയാണ്. സഭ മുഴുവനും ഈ കഴിഞ്ഞൊരു വർഷക്കാലം, കഴിഞ്ഞ ഡിസംബർ മുതൽ ഈ ഡിസംബർ വരെയുള്ള ദിവസങ്ങളൊക്കെ നമ്മുടെ ജൂബിലി ആഘോഷമാണ്. നമ്മുടെ ഭവനങ്ങളിലൊക്കെയും ആ ജൂബിലി ആഘോഷ പ്രത്യാശയുടെ തീർത്ഥാടകർ എന്നൊക്കെ പറഞ്ഞുകൊണ്ടുള്ള ടാഗൊക്കെ നമ്മൾ ഇട്ടിട്ടുണ്ട്. അപ്പോൾ ആഘോഷങ്ങളിലൂടെ നടന്നു പോവുകയാണ് നമ്മൾ. അപ്പോൾ ഈ ആഘോഷങ്ങളിൽ നമുക്ക് ദൈവത്തിന് നന്ദി പറയാം. കഴിഞ്ഞ 2025 വർഷക്കാലം ലഭിച്ച നന്മകൾക്കൊക്കെയും ദൈവത്തിന് നന്ദി പറയാം. ക്രിസ്തുവിനെ നമുക്ക് നൽകി, നമുക്ക് വേണ്ടി മരിച്ച് അടക്കപ്പെട്ട് ഉയർത്തെഴുന്നേറ്റു, നമ്മളെ വീണ്ടെടുത്തു. പിന്നീട് ശിഷ്യന്മാരിലൂടെ ക്രിസ്തുവിനെക്കുറിച്ച് നമ്മൾ ഓരോരുത്തരും അറിഞ്ഞു. ആ കാലം അത്രയും ഓരോരുത്തരും തങ്ങളുടെ സുവിശേഷം ഇങ്ങനെ പ്രഘോഷിച്ചുകൊണ്ടും കൈമാറ്റം ചെയ്തുകൊണ്ടും തലമുറകളായി കൈമാറ്റം ചെയ്തുകൊണ്ടും നമ്മളിപ്പോൾ ആ സുവിശേഷവും ആ ക്രിസ്തുവിനെയും അറിയുകയും വിശ്വസിക്കുകയും ഏറ്റുപറയുകയും പ്രാർത്ഥിക്കുകയും ഒക്കെ ചെയ്യുകയാണ്. അപ്പോൾ അതിനൊക്കെയും ദൈവത്തിന് നന്ദി പറയുന്ന ഒരു ദിവസം കൂടിയാണല്ലോ, ഒരു വർഷം കൂടിയാണ് ഈ ജൂബിലി വർഷം എന്ന് നമുക്ക് എല്ലാവർക്കും അറിയാം. അപ്പോൾ അതുകൊണ്ട് നമുക്ക് ദൈവത്തിന് നന്ദി പറയാം. നമുക്ക് നൽകപ്പെട്ട വിശ്വാസം അതിന് നന്ദി പറയാം. ഇനി ആ വിശ്വാസത്തെ നിലനിർത്തുവാനും ആഴപ്പെടുത്തുവാനും വരും തലമുറയ്ക്ക് അത് പകർന്നു കൊടുക്കുവാനും ഒക്കെയും നമ്മൾ കടപ്പെട്ടവരാണ്, ബാധ്യസ്ഥരാണ് എന്ന വലിയ ചിന്തയും നമുക്കുണ്ടാകണം. അപ്പോൾ അതുകൊണ്ട് തന്നെ നമ്മുടെ കുടുംബങ്ങളിലൊക്കെയും ഈ വിശ്വാസം അതേ തീവ്രതയോടും തീഷ്ണതയോടും ഗൗരവത്തോടും കൂടി തന്നെ കൈമാറ്റം ചെയ്യപ്പെടണം എന്നുകൂടി ഈ സമയത്ത് ഞാൻ ഓർപ്പിക്കാനായിട്ട് ആഗ്രഹിക്കുകയാണ്. 2025 ക്രിസ്മസ് ആഘോഷിക്കുന്നതോടൊപ്പം തന്നെ നമ്മുടെ രൂപതയും 2027 75 വർഷം പൂർത്തീകരിച്ചതിൻ്റെ സന്തോഷവും ജൂബിലിയും ഒക്കെ ആഘോഷിക്കുന്നുണ്ട്. അതിൻ്റെയൊക്കെ ഒരുക്കത്തിൻ്റെ ഭാഗമായിട്ട് നമ്മൾ ഈ വർഷം ആത്മീയ നവീകരണ വർഷമായിട്ട് ആഘോഷിക്കുകയാണ്. കഴിഞ്ഞ ഒക്ടോബർ മുതൽ അടുത്ത ഒക്ടോബർ വരെ നമ്മൾ നവീകരണ വർഷമായി ഈ 2 വിഷയങ്ങളെക്കുറിച്ച് ധ്യാനിക്കുവാനും ചിന്തിക്കുവാനും നമ്മുടെ പ്രവർത്തനങ്ങളെയൊക്കെയും അതനുസരിച്ചൊന്ന് ക്രമപ്പെടുത്തുവാനുമുള്ള ഒരു ആത്മീയ വർഷമാണ് ഇന്നത്തെ നമുക്കറിയാം. അപ്പം അതുകൊണ്ട് നമ്മുടെ ആത്മാവിൻ്റെ കരുതൽ വളരെ പ്രധാനപ്പെട്ട ഒരു കാര്യമാണ്. സഭയിലുടനീളം നമ്മളെ പഠിപ്പിക്കുന്നതും ഈ ആത്മാവിനെ രക്ഷിക്കാനായിട്ടാണ്. ഈ ലോകം മുഴുവൻ നേടിയാലും എൻ്റെ ആത്മാവ് നഷ്ടമായാൽ നിനക്ക് എന്ത് പ്രയോജനം എന്ന ക്രിസ്തുവചനമൊക്കെയും നമ്മളെ ഒരുപാട് ധ്യാനിപ്പിച്ചിട്ടുണ്ട്, ചിന്തിപ്പിച്ചിട്ടുണ്ട്. അപ്പോൾ അതിലൊക്കെ അതിൻ്റെയൊക്കെ അർത്ഥം ഉൾക്കൊണ്ടുകൊണ്ടാണ് ആത്മാവിനെ നമ്മൾ പരിപോഷിപ്പിക്കുക. ഇപ്പോൾ കൗദാശിക ജീവിതത്തിലൂടെയും അനുദിനമുള്ള ബലിയർപ്പണത്തിലൂടെയും കൂടുതൽ നേരമുള്ള പ്രാർത്ഥനയിലൂടെയും അതിനേക്കാളുപരി വചനം ശ്രവിച്ചുകൊണ്ട് അതനുസരിച്ച് ജീവിക്കുവാനായിട്ട് നമ്മൾ പരിശ്രമിക്കുന്നവരുടെ പങ്കുവയ്ക്കുന്നതിൻ്റെയും സ്നേഹത്തിൻ്റെയും സാഹോദര്യത്തിൻ്റെയും ഉപവയുടെയും ഒക്കെ നന്മകളും പുണ്യങ്ങളും ഒക്കെ ജീവിക്കുമ്പോഴാണ് നമ്മളുടെ ആത്മാവിനെ നമ്മൾ രക്ഷിക്കുക, അല്ല ആത്മാവിൻ്റെ കരുതൽ നമ്മൾ കൊടുക്കുക. അപ്പോൾ ആ ഒരു രീതിയിൽ ഈ തീർത്ഥാടന ജീവിതം ഒരുപാട് ഒരുക്കത്തോടെ ആത്മാവിനെ കൂടുതൽ ശ്രദ്ധിച്ചുകൊണ്ട് ജീവിച്ച് ദൈവം നമുക്കായി ഒരുക്കിയിരിക്കുന്ന നിത്യസമ്മാനത്തിലേക്ക് പ്രവേശിക്കുവാനായിട്ട് നമുക്കെല്ലാവർക്കും സാധിക്കട്ടെ എന്ന് ആശംസിക്കുന്നു. രണ്ടാമത്തെ കാര്യം പ്രകൃതിയുടെ കരുതലാണ്. അതേ ആത്മാവിനെ എത്രമാത്രം നമ്മൾ കരുതുന്നു അതേ തീവ്രതയോടു കൂടി തന്നെ അതേ ഗൗരവത്തോടു കൂടി തന്നെ നമ്മൾ പ്രകൃതിയും കരുതണമെന്ന് ഈ കാലഘട്ടത്തിൽ സഭ നമ്മോട് ആഹ്വാനം ചെയ്യുന്നുണ്ട്. കാരണം കാലഘട്ടം അത് ആവശ്യപ്പെടുന്നത് കൊണ്ട് സഭ ഒരു മുന്നറിയിപ്പായിട്ട് സഭ എപ്പോഴും പ്രവാചക ദൗത്യം നിർവഹിക്കുന്നവരാണ്. ലോകത്ത് എന്തൊക്കെയും ആപത്തുകൾ ഉണ്ടാകാൻ പോകുന്നു, അപ്പോൾ അതിനെതിരെ തിന്മകൾ ഉണ്ടാകുന്നു, അതിനെതിരെ പ്രവാചക ശബ്ദമായിട്ട് സഭ എന്നും നിലനിന്നിട്ടുണ്ട്. അപ്പോൾ പ്രകൃതി നശിച്ചുകൊണ്ടിരിക്കുകയാണ്, മനുഷ്യവംശം നശിച്ചുകൊണ്ടിരിക്കുകയാണെന്നുള്ള വലിയ മുന്നറിയിപ്പ് സഭ നൽകുന്നുണ്ട്. അതുകൊണ്ട് തന്നെ പ്രകൃതിയെ സംരക്ഷിക്കണം. ഈ വലിയ കുത്തകകളൊക്കെയും കമ്പനികളൊക്കെയും പ്രകൃതിയെ ചൂഷണം ചെയ്തുകൊണ്ട് നടത്തുന്ന വലിയ വലിയ ബിസിനസ്സുകളൊക്കെ നിർത്തലാക്കണം, യുദ്ധങ്ങൾ നിർത്തലാക്കണം എന്നൊക്കെ സഭ ആഹ്വാനം ചെയ്യുന്നുണ്ട്. കടലൊക്കെ ഇനി ഖനനം ചെയ്യാൻ പോകുമ്പോൾ അതൊക്കെ പാരിസ്ഥിതിക വ്യവസ്ഥയെ നന്നായിട്ട് ബാധിക്കുമെന്ന് ഇന്നത്തെ പത്രത്തിലും കൊടുക്കുന്നുണ്ട്. അപ്പോൾ അങ്ങനെ
പ്രകൃതി അമിതമായി ചൂഷണം ചെയ്തുകൊണ്ട് അതിനെ ഇല്ലായ്മ ചെയ്തുകൊണ്ട് മനുഷ്യൻ നേടിയെടുക്കുന്ന സമ്പത്തിനൊക്കെയും മാത്രമാത്രം നിലനിൽപ്പുണ്ട് എന്നുള്ളത് കൂടി ചിന്തിക്കേണ്ട ഒരു കാലഘട്ടമാണ് ഈ കാലഘട്ടം. അപ്പം അതുകൊണ്ട് നമ്മളാൽ കഴിയുന്ന രീതിയിൽ പ്രകൃതിയെ സംരക്ഷിക്കുവാൻ സാധിക്കണം. നമ്മുടെ പ്രവൃത്തികളൊക്കെയും ഈ പ്രകൃതിയെ സംരക്ഷിക്കുന്ന രീതിയിലുള്ള പ്രവൃത്തികളായിരിക്കണം. നമ്മുടെ ഭവനങ്ങളിലായാലും ചെറിയ പ്രവൃത്തികൾ ചെയ്യുമ്പോൾ അത് മാലിന്യ സംസ്കരണമാകാം, മറ്റു പല രീതിയാകാം, നമ്മുടെ സാധനങ്ങൾക്ക് ഉപയോഗമാകാം. അപ്പം അതൊക്കെയും ഒന്ന് ക്രമപ്പെടുത്തിക്കൊണ്ട് പ്രകൃതിയെ അധികം മോശമാക്കാത്ത രീതിയിലുള്ള ഓക്സിജനൊക്കെ നിർത്തുന്ന രീതിയിലുള്ള പ്രവർത്തനങ്ങളും നമ്മുടെ ചുറ്റുപാട് സംരക്ഷിക്കുന്നതിന് വേണ്ടിയുള്ള കാര്യങ്ങളൊക്കെയും നമ്മൾ ചെയ്യണം എന്നുകൂടി സഭ നമ്മോട് ആഹ്വാനം ചെയ്യുന്നുണ്ട്. അപ്പോൾ ആ ഒരു കരുതൽ കൂടി നമുക്കുണ്ടാകണം. ഈ ഒരു വർഷം നമ്മൾ ക്രിസ്മസ് ആഘോഷിക്കുമ്പോൾ പ്രത്യേകം എടുക്കുന്നൊരു തീരുമാനം, ഒരു പ്രവൃത്തി ചെയ്യാൻ പോകുമ്പോൾ നമ്മൾ സാധാരണ പറയും 2 പ്രാവശ്യം ചിന്തിക്കണം, ശരിയാണോ തെറ്റാണോ എന്നൊക്കെ ചിന്തിക്കണം. അതോടൊപ്പം തന്നെ നമ്മളൊരു പ്രവൃത്തി ചെയ്യാൻ പോകുമ്പോൾ നമ്മളൊരു 3 വ്യക്തികളെക്കുറിച്ച് അല്ലെങ്കിൽ 3 കാര്യങ്ങളെക്കുറിച്ച് കൂടി ചിന്തിക്കേണ്ട കാര്യം. ഒന്ന് എൻ്റെ ആത്മാവ്, മറ്റുള്ള എൻ്റെ സഹോദരങ്ങൾ, മൂന്നാമത്തേത് പ്രകൃതി. അപ്പം ഞാൻ ചെയ്യാൻ പോകുന്ന പ്രവൃത്തി എൻ്റെ ആത്മാവിനെ എങ്ങനെ ബാധിക്കുന്നു, ഞാൻ ചെയ്യുവാൻ പോകുന്ന പ്രവൃത്തി എൻ്റെ സഹോദരങ്ങളുടെ ചുറ്റുമുള്ളവരെ എങ്ങനെ ബാധിക്കുന്നു, ഞാൻ ചെയ്യാൻ പോകുന്ന പ്രവൃത്തി എൻ്റെ ചുറ്റുപാടിനെ, അതായത് പ്രകൃതിയെ എങ്ങനെ ബാധിക്കുന്നു എന്ന് ചിന്തിക്കുന്നത് നല്ലതാണ്. അങ്ങനെ ചിന്തിക്കുമ്പോൾ എൻ്റെ പ്രവൃത്തികൾ ഏതെങ്കിലുമൊക്കെ ഒന്നിനെ മോശമായിട്ട് ബാധിക്കുന്നുണ്ടെങ്കിൽ ഒന്ന് വീണ്ടും ചിന്തിച്ചുകൊണ്ട് അത് വേറെ രീതിയിലൊക്കെയും ആ പ്രവൃത്തിയെ മാറ്റി നടപ്പിലാക്കാനായിട്ടൊക്കെ നമുക്ക് ശ്രമിക്കാം. അപ്പോൾ ആ രീതിയിൽ നമ്മൾ ആത്മാവിനെ കരുതാനും നമ്മുടെ പ്രകൃതിയെ കരുതുവാനും ഒക്കെ നമുക്ക് സാധിക്കട്ടെ. കർത്താവ് നമ്മളെ ഫലമേൽപ്പിച്ച വലിയൊരു ദാനമാണ് നമ്മളുടെ ആത്മാവും, അതോടൊപ്പം തന്നെ പ്രകൃതിയും. ഏറ്റവും മനോഹരമായ ദൈവം നമുക്ക് നൽകിയ വലിയ സമ്മാനമാണ്. അപ്പോൾ അതിനെ ഏറ്റവും മനോഹരമായി തന്നെ കാത്തു സൂക്ഷിക്കുവാൻ, ദൈവത്തിന് സമർപ്പിക്കുവാൻ നമുക്ക് സാധിക്കണം. അപ്പോൾ ഈ ആത്മീയ വർഷത്തിൽ ഈ ചിന്തയോടുകൂടി തന്നെ ക്രിസ്മസ് ആഘോഷിക്കുക. ക്രിസ്മസ് നമുക്കറിയാം ക്രിസ്തുവിൻ്റെ ജനനത്തിരുന്നാൾ. എല്ലാ വർഷവും നമ്മൾ പറയുന്നതും കേൾക്കുന്നതുമാണ്. ക്രിസ്തു പുൽക്കൂട്ടിലല്ല ജനിക്കേണ്ടത്, ഹൃദയത്തിലാണ് ജനിക്കേണ്ടത്. അപ്പോൾ അത് നമ്മൾ ഓരോരുത്തരും ക്രിസ്തുവായിട്ടൊക്കെ മാറേണ്ടവരാണ്. ക്രിസ്തു സ്നേഹം മറ്റുള്ളവർക്ക് പകർന്നു കൊടുക്കേണ്ടവരാണ്. അപ്പോൾ അങ്ങനെ നമ്മുടെ ചൈതന്യം, ക്രിസ്തുവിൻ്റെ ചൈതന്യം നമ്മളിലൂടെ മറ്റുള്ളവരിലേക്ക് പ്രസരിപ്പിച്ചുകൊണ്ട് ക്രൈസ്തവ ചൈതന്യം ഉൾക്കൊണ്ടുകൊണ്ട് ജീവിക്കുവാൻ നമുക്ക് ഓരോരുത്തർക്കും സാധിക്കട്ടെ എന്ന് പ്രാർത്ഥിക്കുന്നു. നിങ്ങൾക്ക് എല്ലാവർക്കും ക്രിസ്മസിൻ്റെയും പുതുവത്സരത്തിൻ്റെ എല്ലാ നന്മകളും നേർന്നുകൊണ്ട് ലൂർദ് മാതാ സ്നേഹ സമൂഹത്തിലെ ഈ വർഷത്തെ ക്രിസ്മസ് ആഘോഷങ്ങൾ ഔദ്യോഗികമായിട്ട് ഉദ്ഘാടനം ചെയ്തതായി പ്രഖ്യാപിക്കുന്നു. കേക്ക് മുറിക്കുന്നതിനായി അച്ഛനെ ക്ഷണിക്കുന്നു. അപ്പോൾ ഈ വർഷത്തെ ക്രിസ്മസിന്റെ എല്ലാ നന്മകളും നേർന്നുകൊണ്ട്
ആശംസാ പ്രസംഗത്തിനായി ശ്രീമതി സൂസൻ തോമസിനെ ക്ഷണിച്ചുകൊള്ളുന്നു. എത്രയും ബഹുമാനായ അധ്യക്ഷൻ, ഈ സ്നേഹസമൂഹത്തിൻ്റെ പ്രസിഡന്റ് അനീഷ് കുര്യാക്കോസ്, നമ്മുടെ ഈ മീറ്റിംഗ് ഉദ്ഘാടനം ചെയ്ത ഇടവക വികാരി ഫാദർ തോമസ് മണിയാമ്പുഴി, സെൻട്രൽ കമ്മിറ്റി അംഗങ്ങളായ ശ്രീ ഷൈജു, ശ്രീ ജ്യോതിസ്, സെബാസ്റ്റ്യനെത്തിയോ ഇല്ല, ലൂർദ് മാതാ സ്നേഹ സമൂഹത്തിൻ്റെ ഭാരവാഹികളെ, സമൂഹാംഗങ്ങളെ, വാർഡ് കൺവീനർ എന്നുള്ള നിലയിൽ ഒരു ചെറിയ ഭാരത്തോടുകൂടിയാണ് ഞാൻ വീട്ടിൽ നിന്നിറങ്ങിയത്. അതിൻ്റെ കാരണം നിങ്ങൾക്കറിയാലോ, നമ്മുടെ മീറ്റിങ്ങുകളിൽ വളരെ കുറച്ച് ആൾക്കാർ മാത്രമേ ഉണ്ടാകുമായിരുന്നുള്ളൂ. അപ്പോൾ ഇവിടെ വരുമ്പം എന്തായിരിക്കും ക്രിസ്മസ് ആഘോഷം എന്നുള്ളൊരു ഭാരം എനിക്കുണ്ടായിരുന്നു. പക്ഷേ ഞാൻ ഈ വഴിയിൽ ഇവിടെ വന്ന് കയറിയപ്പോൾ തന്നെ എൻ്റെ മനസ്സ് നിറയ്ക്കത്തക്കവണ്ണം അലങ്കാരങ്ങളും ഒക്കെ കണ്ടു. അപ്പോൾ ലൈറ്റില്ല, എന്നാലും ഞാൻ അതിനകത്ത് ഇവിടെ ലൈറ്റ് സെറ്റ് ചെയ്തുകൊണ്ടിരിക്കുന്നേ ഉണ്ടായിരുന്നുള്ളൂ. ഞാൻ എന്നാലും ആ ഇരുട്ടിലും നോക്കി എന്തൊക്കെയാണ് ചെയ്തിരിക്കുന്നതെന്നൊക്കെ നോക്കി. നല്ല ഭംഗിയായിട്ട് മനോഹരമായിട്ട് എല്ലാം അലങ്കരിച്ച് വെച്ചിരിക്കുന്നത് കണ്ടു. അതോടുകൂടി വലിയ സന്തോഷമായി. അതിനുശേഷം നടന്ന ബൈബിൾ പ്രതിഷ്ഠ ഞങ്ങൾ ഇതുവരെ ഒരു സമൂഹത്തിലും കാണാത്ത പ്രതിഷ്ഠയായിരുന്നു. വളരെ മനോഹരമായി അത് നടത്തി. വലിയ സന്തോഷം. വാർഡ് കൺവീനർ എന്നുള്ള നിലയിൽ ഞാൻ വാർഡ് കൺവീനറായിരിക്കുന്ന ഒരു സമൂഹത്തിൻ്റെ മീറ്റിംഗ് വളരെ ഭംഗിയായി നടക്കുന്നു എന്ന് പറയുമ്പോൾ എനിക്കുണ്ടാകുന്ന ഒരു സന്തോഷം. നമ്മൾ ബൈബിൾ വായിക്കുമ്പോൾ അപ്പോസ്തല പ്രവർത്തനങ്ങളിൽ നമ്മൾ കാണുന്നുണ്ട് ആദിമ ക്രൈസ്തവ സമൂഹത്തിൻ്റെ ഉത്ഭവവും അതിൻ്റെ വളർച്ചയും ഒക്കെ നമ്മൾ വായിക്കുന്നുണ്ട്. അപ്പോൾ ക്രിസ്തുവിൻ്റെ ക്രൂസിഫിക്കേഷന് ശേഷം ശിഷ്യന്മാരെല്ലാം ചിതറിപ്പോവുകയും പിന്നീട് അവർ ഒന്നിച്ചു കൂടുകയും പ്രാർത്ഥിക്കുകയും പരിശുദ്ധാത്മാവിൻ്റെ വരവും എല്ലാം തന്നെ നമ്മൾ വായിക്കുന്നുണ്ട്. അപ്പോൾ ആദിമ ക്രൈസ്തവ സമൂഹങ്ങളെല്ലാം തന്നെ അവർ ഒന്നിച്ചു കൂടുകയും ദേവാലയങ്ങളിൽ പോയി പ്രാർത്ഥിക്കുകയും ഓരോ ഭവനങ്ങളിൽ ഒന്നിച്ചു കൂടുന്ന സമയത്ത് അവർ അപ്പം മുറിക്കുകയും അത് വളരെ സന്തോഷപൂർവ്വം ഭക്ഷിക്കുകയും ചെയ്തു എന്ന് നമ്മൾ ബൈബിളിൽ നിന്ന് മനസ്സിലാക്കുന്നുണ്ട്. അതുതന്നെയാണ് നമ്മൾ എല്ലാ മാസവും നമ്മുടെ സമൂഹങ്ങളിൽ നമ്മൾ അനുവർത്തിക്കുന്നത്. എല്ലാ മാസവും നമ്മൾ ഒരു പ്രത്യേക കൂടുന്നു, നമ്മൾ നമ്മുടേതായ രീതിയിൽ പ്രാർത്ഥിക്കുന്നു, പ്രബോധനം നടത്താനായിട്ട് നമ്മുടെ വികാരിയച്ഛൻ വരുന്നു, വികാരിയച്ഛൻ പ്രബോധനം നടത്തുന്നു. അതിനുശേഷം നമ്മൾ അപ്പം മുറിക്കുന്നു, സന്തോഷപൂർവ്വം അത് ഭക്ഷിക്കുന്നു, നമ്മുടെ വിശേഷങ്ങളൊക്കെ നമ്മൾ പങ്കിടുന്നു. അങ്ങനെ സന്തോഷത്തോടും ഹൃദയലാളിത്യത്തോടും കൂടെ പോകണമെന്നാണ് നമ്മുടെ സഭയും ബൈബിളിനകത്തെ പാരമ്പര്യവും ഒക്കെ നമ്മളോട് ആവശ്യപ്പെടുന്നത്. അപ്പോൾ ഇനിയുള്ള മീറ്റിങ്ങുകളിലൊക്കെ അങ്ങനെ തന്നെ ആയിരിക്കണം. കഴിയുന്നതും എല്ലാവരും മീറ്റിങ്ങുകളിൽ പങ്കെടുക്കണം. അനീഷിന് കാല് വയ്യാതായി, ജോജിക്ക് വയ്യാതായി, അതൊന്നും നമ്മളെ അഫക്റ്റ് ചെയ്യാനായിട്ട് പാടില്ല. നമുക്കൊരു മൈൻഡ്ഫുൾനെസ് ഉണ്ടാക്കിയെടുക്കണം. പലപ്പോഴും പ്രാസംഗികരൊക്കെ പറയുന്ന ഒരു കാര്യമാണ്, നിങ്ങൾ കേട്ടിട്ടുണ്ടാവും, മോട്ടിവേഷൻ സ്പീച്ചൊക്കെ കേൾക്കുന്ന ആൾക്കാരാണെങ്കിൽ കേട്ടിട്ടുണ്ടാവും, ഒരു ഗ്ലാസ്സിനകത്തൊരു ഹാഫ് ഗ്ലാസ് വെള്ളം കൊണ്ട് മേശപ്പുറത്ത് വെക്കുമ്പോൾ 2-3 പേര് 2-3 തരത്തിലാണ് അതിനെ കാണുന്നതെന്ന് നിങ്ങൾ കേട്ടിട്ടുണ്ടാവും. ചിലർ പറയും ഇത് ഹാഫ് ഗ്ലാസ്സേ ഉള്ളൂ, എനിക്ക് ഭയങ്കര ദാഹമാണ്, ഇതുകൊണ്ട് എന്ത് ചെയ്യാനാണ് എന്ന് വിചാരിക്കും. ചിലർ പറയും ഇതിനകത്ത് കുറച്ചും കൂടെ നിറയ്ക്കാമായിരുന്നല്ലോ, എന്തുകൊണ്ടാണ് ഇത് പകുതി മാത്രമാക്കിയത് എന്നുള്ളൊരു വിമർശനത്തോടു കൂടി നിൽക്കും. എന്നാൽ മറ്റൊരാൾ അതിനെ അങ്ങനെ ആയിരിക്കില്ല കാണുന്നത്. ഹാഫ് ഗ്ലാസ് എങ്കിലും ഉണ്ടല്ലോ, പകുതി ഗ്ലാസ് എങ്കിലും വെള്ളം ഉണ്ടല്ലോ, സന്തോഷം. അതിനെ വളരെ സന്തോഷത്തോടും ദൈവത്തെ സ്തുതിച്ചുകൊണ്ട് അത് കുടിക്കുന്നതായിട്ട് നമുക്ക് കാണാൻ സാധിക്കും. അങ്ങനെ ഇങ്ങനെയുള്ള കാര്യം നിങ്ങൾ കേട്ടിട്ടുണ്ടാവും. അപ്പോൾ അങ്ങനെ ഒരു മനോഭാവമായിരിക്കണം നമ്മൾ നമ്മുടെ മനസ്സിലുണ്ടാക്കിയെടുക്കേണ്ടത്. ആരുണ്ടേലും ഇല്ലെങ്കിലും നമ്മൾ ഈ പ്രേക്ഷിത പ്രവർത്തനത്തിനായിട്ട് വിളിക്കപ്പെട്ടിരിക്കുന്നവരാണ്. നമ്മളെല്ലാവരും തന്നെ ക്രിസ്തുവിൻ്റെ പ്രേക്ഷിത പ്രവർത്തനത്തിന് പങ്കാളികളാകേണ്ടവരാണ്. നമ്മുടെ ഉത്തരവാദിത്തങ്ങൾ എന്താണോ, നമ്മൾ പ്രേക്ഷിത വേല ചെയ്യാൻ ഉത്തരവാദിത്തപ്പെട്ടവരാണ്. അപ്പോൾ അതിന് നമുക്ക് സാധിക്കണം. ഒരു മൈൻഡ്ഫുൾനെസ് ഈ ക്രിസ്മസ് ദിനത്തിൽ ഉണ്ടാക്കിയെടുക്കാനായിട്ട് സാധിക്കണം. എല്ലാവരും, ആരില്ലെങ്കിലും, ജോജി ഇല്ലെങ്കിലും അനീഷ് ഇല്ലെങ്കിലും അടുത്ത ആൾ ആ ഉത്തരവാദിത്തം ഏറ്റെടുക്കുക, ആ ഉത്തരവാദിത്വം ഭംഗിയായിട്ട് നിർവഹിക്കുക. നമ്മുടെ സമൂഹത്തിൻ്റെ മീറ്റിങ്ങുകൾ ഭംഗിയായിട്ട് കൊണ്ടുപോകാനായിട്ടൊക്കെ ശ്രദ്ധിക്കുകയും അതിനു വേണ്ടിയിട്ടുള്ള കാര്യങ്ങൾ ചെയ്യുകയും ചെയ്യണമെന്ന് ഞാൻ ഓർമ്മിപ്പിക്കുകയാണ്. ഈ ക്രിസ്മസ് നിങ്ങൾക്ക് എല്ലാ നന്മകളും കൊണ്ടുവരട്ടെ.
ഇവിടെ കണ്ട അലങ്കാരം പോലെ നമ്മുടെ ഹൃദയത്തിൽ ഇപ്പം ക്രിസ്മസിൻ്റെ ഒരു വരവായി അല്ലേ, ഒരു 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 വൈബ് കിട്ടി നമുക്ക് ഇങ്ങോട്ട് വന്നപ്പോഴേക്കും. അപ്പോൾ ഇതേ വൈബ് നിലനിർത്തിക്കൊണ്ട് സുഹൃതങ്ങളുടെ ഒരു പുൽക്കൂട് നിങ്ങൾ ഉണ്ടാക്കിക്കൊണ്ട് ക്രിസ്തുവിനെ വരവേൽക്കാൻ നിങ്ങൾക്ക് ഓരോരുത്തർക്കും സാധിക്കട്ടെ എന്ന് ആശംസിച്ചുകൊണ്ട് നിർത്തുന്നു. നന്ദി. പ്രസംഗത്തിനായി ശ്രീ ഷൈജു പഴമ്പള്ളിയെ ക്ഷണിച്ചുകൊള്ളുന്നു. പ്രിയ ബഹുമാനപ്പെട്ട തോമസ് അച്ഛ, അധ്യക്ഷൻ അനീഷ്, സൂസ ടീച്ചർ, ജ്യോതിസ്, ഇപ്പോൾ അച്ഛൻ പറഞ്ഞത് നിങ്ങൾ കേട്ട് കാണും. കാര്യം ആശംസാ പ്രസംഗം ഒരാൾ മാത്രം പറയാവൂ എന്നാണ് തീരുമാനം ഉണ്ടായിരുന്നത്. കാര്യം ഒരുപാട് സമയം പോകാതിരിക്കാൻ വേണ്ടിയിട്ട് നമ്മുടെ ഭാരവാഹികളിൽ ഒന്നെങ്കിൽ സജിച്ചേട്ടൻ അല്ലെങ്കിൽ സൂസൻ ടീച്ചർ ഒരു ആശംസ പറയുമെന്നാണ്. അതുകൊണ്ട് ഞാനോ ജ്യോതിസോ ഒന്നും ആശംസയ്ക്ക് വേണ്ടി പ്രിപ്പയർഡ് അല്ല. ഇപ്പോൾ അച്ഛൻ നേരത്തെ സൂചിപ്പിച്ചതുപോലെ ഇത് മനുഷ്യാവതാര ജൂബിലി വർഷമാണ്, 2025 അപ്പോൾ അതിനോടനുബന്ധിച്ചുള്ള ഒരു ക്രിസ്മസ് ആഘോഷമാണ് ഇപ്പോൾ നടന്നുകൊണ്ടിരിക്കുന്നത്. നമ്മുടെ 17 സമൂഹങ്ങളിലും നടന്നുകൊണ്ടിരിക്കുകയാണ്. അപ്പോൾ ഇന്നലെ ഒരു വാർത്ത കണ്ടു, ഒരുപാട് സന്തോഷം തോന്നുന്നൊരു വാർത്ത കണ്ടു. നമുക്കറിയാം, യേശു ജനിച്ച ബെത്ലഹേമിൽ 2 വർഷമായി ക്രിസ്മസ് ആഘോഷമില്ല. നമ്മുടെ ഇസ്രയേൽ ഗാസ യുദ്ധം നടക്കുന്നത് കാരണം 2023 ലാസ്റ്റ് ക്രിസ്മസ് ആഘോഷം നടന്നത്. പക്ഷേ ഈ വർഷം അവിടെ ക്രിസ്മസ് ആഘോഷം നടക്കുന്നു. അതിൻ്റെ ഭാഗമായി ക്രിസ്മസ് ട്രീ അലങ്കാരങ്ങളെല്ലാം കഴിഞ്ഞ ദിവസം അവർ ലൈറ്റ് ചെയ്തു എന്ന് ഒരു വാർത്ത കണ്ടു. അത് നമുക്ക് എല്ലാവർക്കും സന്തോഷം നൽകുന്നൊരു കാര്യമാണ്. കാര്യം ബെത്ലഹേമിൽ 2 വർഷമായി ക്രിസ്മസ് ആഘോഷമില്ല, നമ്മളെല്ലാവരും ആഘോഷിക്കുന്നു എന്നുള്ളത്. അപ്പോൾ അച്ഛൻ പറഞ്ഞതുപോലെ എല്ലാവരുടെയും ഹൃദയങ്ങളിൽ ഈശോ ജനിക്കട്ടെ. നക്ഷത്രം തൂക്കുന്ന എല്ലായിടത്തും ഈശോ ജനിക്കട്ടെ. ഈ സമൂഹത്തിലുള്ള എല്ലാവർക്കും ക്രിസ്മസിൻ്റെ ആശംസകൾ നേർന്നുകൊണ്ട് നിർത്തുന്നു. ക്രിസ്മസ് ഫാമിലിയായി ശ്രീ ഐസക് വിൻസെന്റ് കരമശ്ശേരിയെയും കുടുംബത്തെയും തിരഞ്ഞെടുക്കുന്നതായി അറിയിക്കുന്നു. അടുത്തതായി ഇനി കലാപരിപാടികളാണ്. ആദ്യമായി ഒരു മരിയം ഭക്തിഗാനം ആലപിക്കുന്നതിനായി പ്രയ ഹന്ന അരുണിനെ ക്ഷണിക്കുന്നു. അറിയിപ്പുകളുണ്ട്. അതിന് മുമ്പായിട്ട് ക്രിസ്മസ് ഫാമിലിയായിട്ട് തിരഞ്ഞെടുത്ത ഐസക് ഏട്ടനെയും കുടുംബത്തെയും മുമ്പോട്ട് ക്ഷണിക്കുന്നു. അവർക്ക് ഗിഫ്റ്റ് നൽകുന്നതിനായിട്ട് അച്ഛനെ ഇന്നത്തെയും അങ്ങോട്ടുള്ളതും രണ്ടുമല്ല ഐസക് ഏട്ടനെ ഫാമിലിയെ മുമ്പോട്ട് ക്ഷണിക്കുന്നു. ഇന്നത്തെ ക്രിസ്മസ് ഫാമിലിയും അതോടൊപ്പം തന്നെ പള്ളിയിലേക്കുള്ള ക്രിസ്മസ് ഫാമിലിയും അല്ലേ? ഓക്കെ. ഇപ്പോൾ 20-ാം തീയതി നടക്കുന്ന നമ്മുടെ ഈ ക്രിസ്മസ് ഫാമിലിക്ക് വേണ്ടി 20-ാം തീയതി വൈകുന്നേരം 7 മണി മുതൽ 8 മണി വരെ ഒരു പ്രാർത്ഥനയും അത് പൂമ്പാട്ട് കുമ്പസാരവും ഉണ്ട്. അതിൽ കുടുംബസമേതം പങ്കെടുക്കണം. 24-ാം തീയതി രാത്രിയിൽ പ്രോഗ്രാമിൽ പങ്കെടുത്ത് ആദരവ് ഏറ്റുവാങ്ങണം. 24-ാം തീയതി പാതിരാ കുർബാനയ്ക്ക് നേതൃത്വം കൊടുക്കേണ്ടത് നിങ്ങളാണ്, നിങ്ങളല്ല എല്ലാ കുടുംബം ചേർന്ന്. അപ്പോൾ ആ അവിടെയും എല്ലാവരും കുടുംബസമേതം ഉണ്ടായിരിക്കണം. ഓക്കെ. അപ്പോൾ ഇവർക്ക് എല്ലാവിധ ആശംസകൾ നൽകിക്കൊണ്ട് നിങ്ങളുടെ പേരിലുള്ള ഈ സമ്മാനം കൊടുക്കും. BC സെൻട്രൽ കമ്മിറ്റി സംബന്ധിച്ച് വന്ന അറിയിപ്പുകളാണ്. നടത്തപ്പെടുന്ന ഒരുക്ക പ്രാർത്ഥനയിൽ പങ്കെടുക്കേണ്ടതാണ്. എല്ലാ കുടുംബങ്ങളിൽ നിന്നുള്ളവരും 500 രൂപയുടെ പ്രസിദ്ധന്തിയായി നിർബന്ധമായും പേര് നൽകേണ്ടതാണ്. പേര് നൽകിയവർ നോട്ടീസിൽ നൽകുന്ന ക്രമം അനുസരിച്ച് വാർഡ് അടിസ്ഥാനത്തിൽ തിരുതാൾ നിലങ്ങളിൽ പ്രസിദ്ധന്തി വാഴ്ചയിലും കാഴ്ചവെപ്പിലും പങ്കെടുക്കേണ്ടതാണ്. എൻ്റെ അമ്മേ, എൻ്റെ ഈശോയുടെ അമ്മേ, അമ്മേ എൻ്റെ അമ്മേ, എനിക്ക് ഈശോ തന്നൊരമ്മേ, അമ്മേ എൻ്റെ അമ്മേ, എൻ്റെ ഈശോയുടെ അമ്മേ, അമ്മേ എൻ്റെ അമ്മേ, എനിക്ക് ഈശോ തന്നൊരമ്മേ. ആവേ മരിയ കന്യാമാതാവേ, ആവേ മരിയ കന്യാമാതാവേ, അമ്മേ
ഈശോയ്ക്ക് വളരാൻ പർദീസായായി അമ്മ ദൈവത്തിനു പാക്ക ഉന്യാസമമായി അമ്മ ഈശോയ്ക്ക് വളരാൻ നോക്കിപ്പോകുക ഞാനിരിപ്പാണി കാത്ത് ഞാനിരിപ്പാണേ സ്വർഗം നോക്കി പോകുവാൻ ഞാനിരിപ്പാണേ കാത്ത് ഞാനിരിപ്പാണേ സ്വർഗം നോക്കി പോകുവാൻ ഞാനിരിപ്പാണേ പാപത്തിലൂടെ വന്നിരുവിയ ലോകത്തിലൂടെ വന്നിരുവിയ പാപത്തിലൂടെ വന്നിരുവിയ ലോകത്തിലൂടെ വന്നിരുവിയ സ്വർഗം നോക്കിയോടുവാൻ വീരമായി സ്വർഗം നോക്കിയോടുവാൻ വീരമായി കാത്ത് ഞാനിരിപ്പാണേ സ്വർഗം നോക്കി പോകുവാൻ ഞാനിരിപ്പാണേ കാത്ത് ഞാനിരിപ്പാണേ സ്വർഗം നോക്കി പോകുവാൻ ഞാനിരിപ്പാണേ സ്വർഗത്തിലേക്ക് പറന്നുയരും ഒരു നാളിൽ ഞാനിൻ മാലാഖയ്ക്കൊപ്പം സ്വർഗത്തിലേക്ക് പറന്നുയരും അതുവരെ ഇവിടെ താളനീളമോടെ അതുവരെ ഇവിടെ താളനീളമോടെ സ്വർഗീയ സംഗീതമത്തോത്സവം സ്വർഗീയ സംഗീതമത്തോത്സവം ധനക്കട ധനക്ക് കാത്ത് ഞാനിരിപ്പാണേ സ്വർഗം നോക്കി പോകുവാൻ ഞാനിരിപ്പാണേ കാത്ത് ഞാനിരിപ്പാണേ സ്വർഗം നോക്കി പോകുവാൻ ഞാനിരിപ്പാണേ പാപത്തിലൂടെ വന്നിരുവിയ ലോകത്തിലൂടെ വന്നിരുവിയ പാപത്തിലൂടെ വന്നിരുവിയ ലോകത്തിലൂടെ വന്നിരുവിയ സ്വർഗം നോക്കിയോടുവാൻ നീരമായി സ്വർഗം നോക്കിയോടുവാൻ നീരമായി കാത്ത് ഞാനിരിപ്പാണേ സ്വർഗം നോക്കി പോകുവാൻ ഞാനിരിപ്പാണേ കാത്ത് ഞാനിരിപ്പാണേ സ്വർഗം നോക്കി പോകുവാൻ ഞാനിരിപ്പാണേ ധനക്കട ധനക്ക് കുറുക്കനും കാക്കയും കുറുക്കൻ ഒരു ദിവസം കുറുക്കൻ വിശന്ന് വണങ്ങി നടക്കുന്നു. അപ്പോഴാണ് ഒരു കാക്ക അപ്പം കുത്തിക്കൊണ്ടുപോകുന്ന കണ്ടത്. കുറുക്കൻ ആ കാക്കയെ നോക്കി നടന്നു. നോക്കി നടന്നപ്പോൾ ഒരു മരം കൊമ്പിൽ പോയി ഇരുന്നപ്പോൾ അപ്പം തന്നെ എന്താ കാക്ക അങ്ങനെ പറഞ്ഞു. അപ്പൊ താഴെ നോക്കുന്നത് സുഹൃത്തൻ കുറുക്കൻ എന്തെങ്കിലും പുഴുത്തിൽ പറഞ്ഞ് എൻ്റെ ഇത് എടുക്കാൻ നോക്കിയിരിക്കും. എന്നാലും എനിക്ക് പുഴുത്തിൽ വരാനുള്ള പിന്നെ തുമ്പിലാണ് എൻ്റെ രസമാണ്. എൻ്റെ കണ്ണിൽ തിളക്കാണ് ആരെങ്കിലും മുഴുകിപ്പോകും. നിന്റെ വായിൽ പാട്ട് കേൾക്കണം. അങ്ങനെ പാട്ട് കേൾക്കാൻ വേണ്ടി കാക്ക വാ തുറന്നപ്പോ അപ്പം താഴെ വീണപ്പോ കുറുക്കൻ പെട്ടെന്ന് പോയി അത് സ്വന്തമാക്കിയപ്പോ തിരിച്ചോണ്ട് പറഞ്ഞു കുറുക്കൻ, കാക്കേ പൊട്ടൻ കാക്കേ
ഇനി മലയിൽ പോയി വീടല്ലടാ, മലയിൽ പോയി വീടുകളാ. നീ എന്തിനാണ് വീടത് അങ്ങനെ പറയാമോ? കാക്ക പറയാൻ ഉത്തരം ആരെയും കണ്ണടച്ച് വിശ്വസിക്കില്ല. അടുത്തതായി ഒരു ആക്ഷൻ സോങ് അവതരിപ്പിക്കുന്നതിനായി ഫ്രയ ഹന്ന അരുണെ ക്ഷണിച്ചോളുന്നു. എനിക്കുമുണ്ടൊരു ഗ്രാമം, സുന്ദരമായൊരു ഗ്രാമം, പൊൻകതി വിളയും വൈലീലകളും ആടി ഉലയും തെങ്ങോലകളും നിറയും നല്ലൊരു ഗ്രാമം, സുന്ദരമായൊരു ഗ്രാമം. എനിക്കുമുണ്ടൊരു ഗ്രാമം, സുന്ദരമായൊരു ഗ്രാമം, പൊൻകതി വിളയും വൈലീലകളും ആടി ഉലയും തെങ്ങോലകളും നിറയും നല്ലൊരു ഗ്രാമം, സുന്ദരമായൊരു ഗ്രാമം. കുളിരുന്ന കാട്ടുചോലൻ മുങ്ങിക്കുളിക്കാലോ, കുയിലിന്റെ പാട്ടു കേട്ടു നീന്തി കൂട്ടി തുടിക്കാലോ, കൂട്ടുകാരും ഒരുമിച്ച് തൊട്ട് കളിക്കാലോ, മധുര പുളിയും പറിച്ചു തിന്ന് ഊഞ്ഞാലാടാലോ, ഊഞ്ഞാലാടാലോ. എനിക്കുമുണ്ടൊരു ഗ്രാമം, സുന്ദരമായൊരു ഗ്രാമം, പൈക്കൾ മേയും പുൽമേട്ടുകൾ പട്ടപരത്തി നടക്കാലോ, പൈക്കൾ മേയും പുൽമേട്ടുകൾ പട്ടം പരത്തി നടക്കാലോ, വർണ്ണം വിതറും പൂന്തോപ്പിൽ പൂമ്പാറ്റകളായി പാറാലോ, വർണ്ണം വിതറും പൂന്തോപ്പിൽ പൂമ്പാറ്റകളായി പാറാലോ, പൂമണമൊഴുകും പൂങ്കാറ്റിൽ ചാഞ്ഞു കിടന്ന് മയക്കാലോ, കൊയ്ത്തു കഴിക്കൊരു പാടത്ത് തലമപ്പത്ത് കളിക്കാലോ. അടുത്തതായി ഒരു പാട്ട് പാടുന്നതിനായി ഏമി അനീഷയെ ക്ഷണിക്കുന്നു. ഗോശാലയിൽ ഭൂജാതനായി രാജാധിരാജനിന്ന് ബെത്ലഹേം താഴ്വരയിൽ ആനന്ദധ്വനി മുഴങ്ങി. ഗോശാലയിൽ ഭൂജാതനായി രാജാധിരാജനിന്ന് ബെത്ലഹേം താഴ്വരയിൽ ആനന്ദധ്വനി മുഴങ്ങി. തപ്പുതാളം മേളമോടെ വീണമീട്ടി അർത്തുപാടാം. ദേവാദിദേവൻ പിറന്ന രാത്രിയിൽ ഈ ശാന്തരാത്രിയിൽ, ദേവാദിദേവൻ പിറന്ന രാത്രിയിൽ ഈ ശാന്തരാത്രിയിൽ, പുലരി മഞ്ഞുപോലെ പവിഴകാന്തിയോടെ അഴകു ചാർത്തി വന്നുദിച്ച ദിവ്യദാനമേ, ലോകഭാഗമെല്ലാം തോടിലെത്തിടാനായി എളിമയോടെ ജാതനായ മഹിക സ്നേഹമേ, പൊൻപൈതലേ നിന്നെ വാഴ്ത്തിടുന്നിദാനങ്ങൾ, പൂനിലാവ് പെയ്യും നാൾ വാഴ്വിന്റെ രാത്രിയിൽ, ഗോശാലയിൽ ഭൂജാതനായി രാജാധിരാജനിന്ന്. ഒരു കഥ പറയുന്നതിനായി ഫ്രയ ഹന്ന അരുണെ ക്ഷണിച്ചുകൊള്ളുന്നു. അറേബ്യൻ രാജ്യത്ത് സുൽത്താന്റെ കൊട്ടാരത്തിൽ മനോഹരമായ ഒരു പൂന്തോട്ടമുണ്ടായിരുന്നു. അവിടെ ധാരാളം പക്ഷികൾ, ചെടികളും പൂക്കളും ഉണ്ടായിരുന്നു. ആ കൂട്ടത്തിൽ മധുരമായി പാട്ട് വരുന്ന ഒരു വാനമ്പാടിയും ഉണ്ടായിരുന്നു. അവളുടെ പാട്ട് കേൾക്കാൻ എന്തു രസമായിരുന്നോ. ഒരു ദിവസം അവിടെ ഒരു വൈദേവത പ്രത്യക്ഷപ്പെട്ടു. എന്നിട്ട് പറഞ്ഞു, നിന്റെ പാട്ടുകളെല്ലാം എനിക്ക് വളരെ ഇഷ്ടപ്പെട്ടു, അതുകൊണ്ട് ഞാൻ എനിക്കൊരു ഭൂതവരം നൽകും, അതിനെനിക്ക് എപ്പോൾ വേണമെങ്കിലും ഉപയോഗിക്കാം. ഇത് പറഞ്ഞു വൈദേവത അപ്രത്യക്ഷമായി. വാനമ്പാടി ചിന്തിക്കാൻ തുടങ്ങി. എനിക്കിതെല്ലാം കൂടുണ്ട്, ആവശ്യത്തിന് ഭക്ഷണമുണ്ട്, കൂടാതെ നല്ല കൂട്ടുകാരും, പിന്നെ എനിക്കെത്തിടാ ഈ വരങ്ങൾ. ഇതിപ്പോ ഞാൻ ആർക്ക് വേണ്ടി ഉപയോഗിക്കും? അതിന് എന്റെ കൂട്ടുകാർക്ക് വേണ്ടി ഉപയോഗിക്കും. അങ്ങനെ എനിക്ക് അവിടെ പ്രാപ്തിയെത്തി. ഓരോ ദിവസവും ഓരോ കിളികളെ കൊത്തി തിന്നു
അങ്ങനെ ഇരിക്കെ ഒരു ചിന്തത്തത്ത രത്കണികൾ കൊത്തിക്കൊണ്ടിരിക്കുമായിരുന്നു. പെട്ടെന്ന് അവിടെ പ്രാപ്തിയെത്തി തത്തയുടെ പിടിച്ചു. തത്ത കീഴൊറുക്കി കഴിഞ്ഞു. തത്തയുടെ കഴിച്ച് വനമ്പാടി കേട്ടു. വനമ്പാടി ചിന്തിച്ചു, അയ്യോ പാവ തത്തപ്പ, എങ്ങനെയെങ്കിലും അതിനെ രക്ഷിക്കണം. അതിനായി തന്റെ വരം ഉപയോഗിക്കുമെന്ന് വനമ്പാടി തീരുമാനിച്ചു. വനമ്പാടി പറഞ്ഞു, തത്ത രക്ഷപ്പെട്ടേ. പെട്ടെന്ന് തത്ത വീർത്തു വലിയതാവാൻ തുടങ്ങി. ഭാരം താങ്ങാനാവാതെ പ്രാപ്പിടിയെ തത്തെ താഴെയിട്ടു. വല്ല വിധേ തത്ത രക്ഷപ്പെട്ടു. മറ്റൊരു ദിവസം ഒരു പഞ്ഞക്കിളിയെ പ്രാപ്പിടിയെ റോജി എടുത്തു. അതിനെയും തന്റെ രണ്ടാമത്തെ വരം വെച്ച് വരമ്പടി രക്ഷപ്പെടുത്തി. 2 വരകൾ തീർന്നു. ഇനി ഒരു വരവും കൂടെ ബാക്കിയുള്ളൂ. അതും കൂടെ കഴിഞ്ഞാൽ നമ്മളെല്ലാരും പ്രാപ്പിടിയായിട്ട് ഇരകളായി എന്ന് പറഞ്ഞ് എല്ലാരും വിഷമിച്ചു. അപ്പൊ വരമ്പടി പറഞ്ഞു, പേടിക്കുന്ന സുഹൃത്തുക്കളെ, എന്റെ ജീവൻ നൽകിയിട്ടാണെങ്കിലും ഞാൻ ഇത് രക്ഷിക്കാം. ഇത് പറഞ്ഞ് വരമ്പടി മറ്റൊരുത്തേക്ക് പറന്നു ചെന്നു. ഇതുവരെ പാടിയ പാട്ടുകൾക്കാൾ മനോഹരമായിരുന്നു ആ പാട്ട്. കൂട്ടുകാരെ കൂട്ടുകാരെ നിങ്ങളെല്ലാരും പ്രാപ്പിടിയെടു സൂക്ഷിക്കൂ. കൂട്ടുകാരെ കൂട്ടുകാരെ നിങ്ങളെല്ലാരും പ്രാപ്പിടിയെടു സൂക്ഷിക്കൂ. പെട്ടെന്ന് അവിടെ പ്രാപ്പിടിയെത്തി. പ്രാപ്പിടിയെ ചിന്തിച്ചു, എന്റെ ഇരകളെയെല്ലാം നശിപ്പിച്ചത് ഇവൾ തന്നെയാണ്. എങ്കിൽ ഇവൾ തന്നെയാവട്ടെ ഇന്നത്തെ ഈര. ഇത് പറഞ്ഞ് പ്രാപ്പിടിയെ വനമ്പാടി റോച്ചെടുത്തു. പ്രാപ്പിടിയുടെ കൂത്തടങ്ങുകൾ വാനപ്പാടിയെ സഹിച്ച് ദഹിച്ചു കയറി വേദന കൊണ്ട് വാനപ്പാടി പിഴഞ്ഞു. വേദന എടുക്കുമ്പോഴും വാനപ്പാടി മനസ്സിൽ ഇങ്ങനെ ചിന്തിച്ചു, 2 വരകൾ തീർന്നു. ഇത് ഒരു വരവും കൂടെ ബാക്കിയുള്ളൂ. അതെനിക്ക് വേണ്ടി ഉപയോഗിക്കണോ എന്റെ കൂട്ടുകാർക്ക് വേണ്ടി ഉപയോഗിക്കണോ? വാനപ്പാടി പറഞ്ഞു, എന്തായാലും ഞാൻ ഭരിക്കും. ഇതെന്റെ കൂട്ടുകാർക്ക് വേണ്ടി ഉപയോഗിക്കും. വാനപ്പാടി പറഞ്ഞു, എന്റെ മാംസം വിഷമുള്ളതാവട്ടെ. പെട്ടെന്ന് വാനപ്പാടി പിടഞ്ഞു മരിച്ചു. ഇതൊന്നും അറിയാതെ മാംസം ആർത്തിയോടെ കൊട്ടത്തിണ്ട പ്രാപ്തിയെ മരിച്ചു വീണു. സ്വന്തം ജീവൻ നൽകുന്നതിനേക്കാൾ വലിയ സ്നേഹമില്ല. അതാണ് ഈ കഥയുടെ കുടുംബം. വാനപ്പാടിയെ പോലെ അവൻ ദൈവം നമ്മളെ അനുഗ്രഹിക്കട്ടെ. നന്ദി. നമ്മുടെ ഈ പരിപാടികൾ ഏറ്റവും മനോഹരമാക്കിയ നമ്മുടെ പിഞ്ചു കുഞ്ഞുങ്ങളാണ്. അവർക്കൊരു ചെറിയ ഉപഹാരം കൊടുക്കുന്നതിനായിട്ട് സൂസൻ ടീച്ചറിനെ ക്ഷണിച്ചോളൂ. ശ്രേയ ഹന്ന അരുൺ, നിയോറ അദാലിയ, എയ്മി അനീഷ്, ആദം ആന്റണി അരുൺ, എയ്ഡൻ. ബാക്കി എല്ലാ കുട്ടികളും മുന്നേക്ക് വരേണ്ടതാണ്. ബഹുമാനപ്പെട്ട തോമസ് അച്ഛാ സഹകരിക്കുക. ഒരുപാട് സന്തോഷം. എല്ലാവർക്കും നന്മകൾ നേരുന്നു. എല്ലാവർക്കും ഒരേ കൂടി ക്രിസ്മസ് ആശംസകൾ നേർന്നുകൊള്ളുന്നു. നമ്മുടെ പങ്കുവയ്ക്കലിൻ്റെ പ്രത്യേകമായിട്ട് നമുക്ക് സ്നേഹവിരുന്നിലേക്ക് കടക്കാം. എല്ലാവരെയും സ്നേഹവിരുന്നിലേക്ക് സ്വാഗതം ചെയ്യും.
താലപ്പൊലിയേകാൻ തമ്പുരുമീട്ടുവാൻ താരാട്ട് പാടി ഉറക്കിടുവാൻ താലപ്പൊലിയേകാൻ തമ്പുരുമീട്ടുവാൻ താരാട്ട് പാടി ഉറക്കിടുവാൻ ആഗതരാകും വാനാരാധികൾ ഗായക ശ്രേഷ്ഠ വാനാരൂപികൾ ഗായക ശ്രേഷ്ഠ പൈതലാ യേശുവേ ഉമ്മ വെച്ചും ഉന്നതരേ ഉന്നതത്തിൽ യേശുനാഥൻ പിറന്നു ആകമാരി കണ്ണടയ്ക്കരുതേ താഴെ പുൽത്തൊട്ടിലിൽ രാജരാജൻ മയങ്ങുന്നു കാവൽ മാലാകമാരി ഉണ്ണിയുറങ്ങ് ഉണ്ണിയുറങ്ങ് ഉണ്ണിയുറങ്ങുറങ്ങ് കളിരാർന്ന പൊന്മേനി നോവുമേ കുളിരാർന്ന വൈക്കോലിൻ തൊട്ടിലല്ലേ തളിരാർന്ന പൊന്മേനി നോവുമേ കുളിരാർന്ന വൈക്കോലിൻ തൊട്ടിലല്ലേ സുഷിപ്തതേ പകർന്നിടുവാൻ തൂവൽ കിടക്കയൊരുക്കൂ കാവൽ മാലാകമാരി കണ്ണടയ്ക്കരുതേ താഴെ പുൽത്തൊട്ടിലിൽ രാജരാജൻ മയങ്ങുന്നു കാവൽ മാലാകമാരി